രാജ്യത്തൊട്ടാകെ ചർച്ചയായ മുനമ്പം സമരം പിൻവലിക്കുകയാണ്. ഇന്ന് കോർ കമ്മിറ്റി യോഗം ചേർന്നാണ് അത് പിൻവലിക്കുക. ഇന്നലെ രാത്രി കോർ കമ്മിറ്റി യോഗം നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ തലേദിവസം കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നെങ്കിലും വിശദമായ ഒരു ചർച്ച നടത്താൻ വേണ്ടി ഇന്നത്തേക്ക് മാറ്റിവെക്കും. ഇന്ന് വൈകുന്നേരത്തോടെ സമരം പിൻവലിക്കുക എന്നുള്ളതാണ് സമരസമിതി ഉദ്ദേശിക്കുന്നത്. ഒരു വർഷവും വേണ്ട 1.5 മാസവും എടുത്ത ഒരു സമരത്തിനാണ് പര്യന്തം വരുന്നത്, അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നത്. ഈ സമരം ഇങ്ങനെ അവസാനിക്കാത്ത ഒരു സമരമായിരിക്കുമെന്നാണ് ഞാനൊക്കെ കരുതുന്നത്. മാഷിന് എന്താണ് തോന്നിയിരുന്നത്, ഇത് പര്യന്തം ഇങ്ങനെ ഉണ്ടാവുമെന്ന്? ഇത് ഏതാണ്ട് ഒരു ഇതിപ്പോ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നതാണ്. ഇപ്പൊ ഈ സാറ് പറഞ്ഞു ഒന്നൊന്നേകാൽ കൊല്ലം അല്ലേ? പക്ഷേ റിലേ നിരാഹാരമായിരുന്നു അവിടെ. അതിനു മുമ്പ് ഒരുപാട് നീണ്ട സമരത്തിന്റെ, അത് നിയമപരമായ പോരാട്ടമായിരുന്നു. കോടതികൾ കയറി ഇറങ്ങി അവിടെ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ എത്രയോ കാലമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് അറിയോ? 110 കൊല്ലത്തെ പഴക്കമുണ്ട്. 1915 കൊച്ചിയിലെ ഒരു വലിയ പ്രമാണിമാർക്ക്, സേട്ടുമാർക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്താണ് കൃഷി ചെയ്യാൻ. 1915 എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഏതാണ്ട് പറഞ്ഞാൽ 110 കൊല്ലത്തോളം പഴക്കമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് അവർക്കത് കൈവശാവകാശം കൊടുത്തു. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവകാശങ്ങളൊക്കെ മാറുമല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് കൊടുത്തതാണ്, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അത് കൈവശാവകാശം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ സ്വത്ത് 1947 കാലത്ത് കൈവശാവകാശം കിട്ടി സേട്ടുമാരുടേതായി. അതിലൊരു സിദ്ദിഖ് സേട്ടിൻ്റെ കൈവശം ആയിരുന്നപ്പോൾ 1950 ഇതൊരു ആധാരപ്രകാരം ഫറൂഖ് കോളേജിന് ദാനം കൊടുത്തു. ഫറൂഖ് കോളേജിന് ദാനം കൊടുത്ത ഭൂമി പിന്നീട് ഫറൂഖ് കോളേജ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കാശ് ആവശ്യം വന്നപ്പോൾ കുറേശ്ശെ വിറ്റു. അവരിൽ നിന്ന് ഭൂമി വാങ്ങിയവരാണ് ഇപ്പോൾ ഈ 614 കുടുംബങ്ങൾ. പതിറ്റാണ്ടുകളായിട്ട് അവിടെ താമസിച്ചു വരികയാണ്. അവരെ ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറക്കി വിടാൻ യാതൊരു ന്യായമില്ലാത്ത, അവരുടെ കയ്യിൽ പ്രമാണങ്ങളുണ്ട്, രേഖയുണ്ട്, നികുതി അടച്ചുകൊണ്ടിരുന്ന ഒക്കെ ഉണ്ട്. പക്ഷേ 1919 വഖഫ് ബോർഡ് ഒരു ക്ലെയിമായിട്ട് വരികയാണ്. 1919 വഖഫ് ബോർഡ് പറയുകയാണ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. അതിന് എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ 1950 നവംബർ 1 ഈ സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരത്തിൽ ഒരു വാക്കുണ്ട്, ഇത് വഖഫ് ആധാരമാണ്. വഖഫ് ആധാരമായ ചിത്രം മാറി. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമങ്ങളൊന്നും പിന്നെ ബാധകമല്ല. വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയായ ഒരു മുസൽമാൻ ദൈവത്തിന് എഴുതി കൊടുക്കുന്ന, പിന്നെ അതിൽ ആർക്കും നികുതി അടക്കാൻ അവകാശമില്ല, ആർക്കും അത് വിൽക്കാൻ അവകാശമില്ല, വാങ്ങാൻ അവകാശമില്ല. അതുകൊണ്ട് എന്താ, ഫറൂഖ് കോളേജ് വിറ്റത് തെറ്റ്, ഇവർ വാങ്ങിയത് തെറ്റ്, അവിടെ താമസിച്ചത് തെറ്റ്, കൈമാറ്റം ചെയ്തത് തെറ്റ്, ഒക്കെ തെറ്റായി. വലിയ തെറ്റ്. ഈ 110 കൊല്ലത്തെ ഒരു വലിയ തെറ്റ് പുറത്തു വരികയാണ് 1919 ഇവർ പറഞ്ഞപ്പോൾ. പക്ഷെ അന്ന് തന്നെ ഫറൂഖ് കോളേജ് രംഗത്ത് വന്നു, അങ്ങനെയല്ല, ഞങ്ങൾക്ക് സിദ്ദിഖ് സേട്ട് തന്നത് ദാനമായിട്ടാണ്, വഖഫായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് ആവശ്യം വരുമ്പോൾ കോളേജിൻ്റെ ആവശ്യങ്ങൾക്ക് വിൽക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. പക്ഷേ അത് പിന്നെയും കേസായി അങ്ങനെ നിലനിന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒടുവിലുണ്ടായത് 1919 നമ്മുടെ 2019 വഖഫ് ബോർഡ് ഇത് സ്വന്തം പ്രോപ്പർട്ടി ആക്കി എന്ന് മാത്രമല്ല, 2020 കാലത്ത് അവർ വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടി ലിസ്റ്റിൽ മുനമ്പം ഉൾപ്പെടുത്തി. എന്നിട്ട് കേരള ഗവൺമെൻറ് പരാതി കൊടുത്തു, ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അവിടെ ആരൊക്കെയോ 614 കുടുംബങ്ങൾ അത് സ്വന്തമാക്കി വെച്ചിരിക്കുന്നു, കേരള ഗവൺമെൻറ് നടപടിയെടുക്കണം. കേരള ഗവൺമെൻറ് നിവൃത്തിയില്ല, വഖഫ് ബോർഡിൻ്റേതാണ്, തൊട്ടാപ്പൊള്ളും, മാത്രമല്ല വോട്ട് ബാങ്കും ഉണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോൾ കേരള ഗവൺമെൻറ് ഉത്തരവിട്ടു, ഇനി മുതൽ മുനമ്പത്തുകാർ കരമടക്കേണ്ടതില്ല, മുനമ്പത്തുകാർ ഭൂമിയുടെ നികുതി അടക്കാൻ വന്നാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് മുനമ്പത്തെ വില്ലേജ് ഓഫീസർമാർക്കും ഉത്തരവ് കൊടുത്തു. അതാണ് സംഭവിച്ചത്. അന്നു മുതലാണ് ഇവർ സമരത്തിലാകുന്നത്. സമരം പലതരത്തിൽ പോയി, കോടതികളിലൊക്കെ കയറി കേസ് നടക്കുന്നുണ്ട്. പിന്നെ ഒരു റിലേ നിരാഹാരം സത്യാഗ്രഹം തുടങ്ങിയതാണ് ഈ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് അവർ. അതാണ് ഇപ്പോൾ 414 ദിവസമാകുന്നു നാളത്തേക്ക്. നാളെയാണോ സൺഡേ, അന്ന് ആ പള്ളിമുറ്റത്താണ് അവിടുത്തെ ഈ ലത്തീൻ കത്തോലിക്കരുടെ പള്ളിമുറ്റത്താണ് ഈ സമരം നടക്കുന്നത്. സമരപ്പന്തൽ അവിടെയാണ്. ആ ഇടവകയാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തെങ്കിലും ഇപ്പോൾ ആ സമരം അവർ ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നം, ഈ വഖഫ് ബോർഡ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച, ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ച ചെയ്ത സമയത്ത് അവരെ പ്രത്യക്ഷമായി സഹായിക്കാൻ വന്ന പാർട്ടി BJP ആണ്. കാരണം കേന്ദ്രത്തിൽ ഈ വഖഫുമായി ബന്ധപ്പെട്ട ഒരു ബില്ല്, ഒരു ചർച്ചയൊക്കെ നടത്തും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പൂർവ്വകാല പ്രാധാന്യത്തോടെ അല്ലെ പഴയകാല പ്രാധാന്യത്തോടു കൂടി അതിൽ മാറ്റങ്ങൾ വരുത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഒടുവിൽ ഈ വഖഫ് ബില്ലൊക്കെ പാസ്സായി വന്നപ്പോൾ കേരള സർക്കാരിന് തന്നെ തിരുത്താവുന്ന ഒരു കാര്യമേ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തിരുത്താവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളൊരു ബോധ്യം ആ സമരത്തിൽ നിന്ന ആളുകൾക്ക് ഇപ്പോൾ ഉണ്ടായി. അല്ലെങ്കിൽ അതാണ് വാസ്തവം. അപ്പോൾ
ഇവിടെ ശരിക്കും മുനമ്പത്തുകാരെ കേന്ദ്ര സർക്കാർ കൈവിട്ടതാണോ അതോ കേരള സർക്കാർ അന്ന് കൈപിടിക്കാത്തതിന് പകരം ഇന്ന് കൈപിടിച്ച് ഒപ്പം ചേർത്താണോ? എന്താ അവസാനം പറഞ്ഞതാണ് ശരി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഇപ്പൊ ഈ പ്രശ്നത്തിൽ മുനമ്പം പ്രശ്നത്തിൽ കൈപൊള്ളിയിരിക്കുന്നത് BJPക്കാണ്. ഒന്ന്, നമ്പർ 1 BJP ആ സമരത്തെ സമ്പൂർണ്ണമായി പിന്തുണച്ചു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, BJPക്ക് പിന്തുണക്കാം. കാരണം കേരളത്തിൽ UDF LDF 2 മുന്നണിയാണുള്ളത്. ഈ 2 മുന്നണിക്കാരും ഒറ്റക്കെട്ടായിട്ട് കേന്ദ്രത്തിൽ ഒരു വഖഫ് ഭേദഗതി ബില്ല് വന്നപ്പോൾ അതിനെതിരായി നിയമസഭ പാസാക്കി. അതെ. അപ്പോൾ BJP തക്ക അവസരം ഉപയോഗിച്ചുകൊണ്ട് ആ സമരക്കാരുടെ കൂടെ പങ്കുചേർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷയ്ക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ, കേന്ദ്രത്തിൽ ഞങ്ങൾ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നുണ്ട്, അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും. പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല, പറഞ്ഞതിൽ യാതൊരു വാസ്തവവും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ അവർക്ക് ബോധ്യമായി. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ അവിടുത്തെ സമരസമിതി കൺവീനർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രതിഷേധം BJPക്കെതിരായിട്ട് വന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിന്റെ വഖഫ് ഭേദഗതി ബില്ലിന്റെ ഡ്രാഫ്റ്റ് വന്നപ്പോൾ മുനമ്പത്തുകാരെ രക്ഷിക്കാനുള്ള ഒരു വരി പോലും അതിനകത്ത് ഉണ്ടായില്ല. അതുണ്ടാക്കാൻ കേരളത്തിലെ BJPക്കാർക്ക് കഴിഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, JPCക്ക് വിട്ടു. JPCക്ക് വിട്ടപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റിങ്ങിൽ പോയിട്ട് മുനമ്പം ഉൾപ്പെടുത്തിയാൽ മതി, മുനമ്പത്തുകാർക്ക് രക്ഷയുള്ള ഒരു വകുപ്പ് ഉൾപ്പെടുത്തിയാൽ മതി, അതും ഉണ്ടായില്ല. ഒടുവിൽ വന്നൊരു സാധ്യത എന്തായിരുന്നു അറിയാം? ഏറ്റവും ഒടുവിൽ ഭാഗ്യം പോലെ വീണ് കിട്ടിയ ഒരു വകുപ്പ് വന്നു. JPCയിൽ ഒരു 2A ഭേദഗതി വന്നു. 2A. ആ ഭേദഗതി എന്താണെന്നറിയോ? ആ ഭേദഗതി പ്രകാരം, ആ ഭേദഗതി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. ബോംബെയിലെ ഇസ്മായിലി ബോറ വിഭാഗത്തിൽപ്പെട്ട ധനികന്മാരായ ഒരു മുസ്ലിം വിഭാഗമുണ്ട്. അവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടെ അടുത്ത് സ്വാധീനം, കാരണം എല്ലാവർക്കും അവർ സംഭാവന കൊടുക്കും. അവർ കോടീശ്വരന്മാരാണ്, എല്ലാവരും വലിയ ധനികന്മാരാണ്. അവർ എന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു ക്ലോസ് ഇതിൽ വേണം. എന്താ ക്ലോസ് എന്ന് അറിയോ? ഏതെങ്കിലും ഒരു വഖഫ് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം ഇപ്പോൾ ഏതെങ്കിലും ഒരു ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ആണെങ്കിൽ വഖഫ് നിയമം ബാധകമല്ല എന്നതിൽ ക്ലോസ് വേണം. അവരെഴുതി ചേർത്തു. അത് കണ്ടു. BJP കണ്ടില്ല. അപ്പോൾ കണ്ടത് ഇവിടുത്തെ 2 മനുഷ്യർ കണ്ടു, പാവങ്ങളായ 2 മനുഷ്യർ. ഒന്ന് സ്റ്റാലിൻ ദേവൻ സാർ ഇവിടെ വന്ന അദ്ദേഹത്തെ ഇത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ബോംബെയിൽ നിന്ന് വന്ന ക്ലോസ് മതിയല്ലോ മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ. കാരണം സിദ്ദിഖ് സേട്ട് വഖഫ് ചെയ്ത ഭൂമി വഖഫാണെന്ന് വെച്ചോളൂ, ഇപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? ഫറൂഖ് കോളേജിനാണ്. ഫറൂഖ് കോളേജ് ട്രസ്റ്റാണ്. അപ്പോൾ വഖഫ് നിയമം ബാധകമേ അല്ല, വഖഫ് പ്രോപ്പർട്ടി അല്ല, ട്രസ്റ്റ് ആയതുകൊണ്ട് ആ ക്ലോസ് മതി. അത് സ്റ്റാലിൻ ദേവൻ കണ്ടെത്തി. ഫാദർ ജോഷി മയ്യാറ്റിൽ അത് ഏറ്റെടുത്ത് അവതരിപ്പിച്ചു. അപ്പോഴും മുനമ്പത്തുകാർ ധരിച്ചത് എന്താ? കേന്ദ്ര സർക്കാരിന്റെ നിയമം കൊണ്ട് രക്ഷപ്പെടുന്ന. പക്ഷെ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്ന എന്താ? പക്ഷെ അവർക്ക് ഒരു ക്ലോസ് ചേർത്താൽ മതിയായിരുന്നു, അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മതിയായിരുന്നു. ആ വാചകം ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല, JPCയിൽ അത് ഉൾപ്പെടുത്തിയപ്പോൾ അത് മുനമ്പത്തുകാർക്ക് സ്വീകാര്യമാണെന്ന് പോലും കേരളത്തിലെ BJP അത് പറയാനോ പഠിപ്പിക്കാനോ പോയില്ല. പകരം അവരെ നിരാശപ്പെടുത്തിയത് എന്താണെന്നറിയോ? കിരൺ റിജിജു എന്ന മന്ത്രി നേരിട്ട് സമരപ്പന്തൽ ആൾക്കാർ ചോദിച്ചു, സാറേ ഈ ബില്ലിന് പൂർവ്വകാല പ്രാബല്യം ഉണ്ടാവോ? നിങ്ങളുടെ ഈ ബില്ലിനെ ഞങ്ങൾ പിന്തുണക്കാം. ഓഫ് ഹാൻഡ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു, നോ വേ, ഈ ബില്ലിന് യാതൊരു പൂർവ്വകാല പ്രാബല്യം ഉണ്ടാവില്ല. പിന്നെ പൂർവ്വകാല പ്രാബല്യം ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് 1950 നവംബർ 1 എഴുതി കൊടുത്ത ഈ ആധാരം എങ്ങനെ നിലനിൽക്കുക? അപ്പോൾ അതുകൊണ്ട് അവർ നിരാശരായി, തകർന്നുപോയി. അവർക്ക് BJPയെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ള അവസ്ഥ വന്നു. ഒരിക്കൽ കൂടി അത് ആണയിട്ട് ഉറപ്പിക്കുന്നു ഇപ്പോഴത്തെ തീരുമാനം. എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ ഒക്ടോബറിലും നവംബറിലുമായിട്ട് രണ്ട് വിധി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചു. പല പരാതികളുണ്ടല്ലോ. ഒന്ന്, ഒക്ടോബറിലെ വിധിയിൽ പറഞ്ഞത് എന്താണെന്നറിയോ? 1950 നവംബർ 1 സിദ്ദിഖ് സേട്ട് ഫറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരം വഖഫ് ആധാരമാണെന്നുള്ള ക്ലെയിം. അതല്ല. എന്താ കാരണം എന്നറിയോ? വഖഫ് ആകണമെങ്കിൽ ഒരു സ്വത്തിനൊരു നിയമമുണ്ട്. വഖഫ് എഴുതി കൊടുക്കുന്നതിന് യാതൊരു ക്ലോസും പാടില്ല, ടേംസും പാടില്ല, കണ്ടീഷൻസ് പാടില്ല. ടേംലെസ് ആയി കണ്ടീഷൻ ഫ്രീ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ആധാരത്തിന്റെ ആദ്യത്തെ വരിയിൽ വഖഫ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനത്തെ സെന്റൻസിൽ പറയുന്നുണ്ട്, വല്ല കാരണവശാലും എന്തെങ്കിലും കാലത്ത് ഫറൂഖ് കോളേജിന് ഈ ഭൂമി വേണ്ടാതെ വന്നാൽ അത് എൻ്റെ മക്കൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ കണ്ടീഷൻ വെച്ചാൽ വഖഫ് ആധാരം അല്ലാതായി. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വഖഫല്ല എന്ന് കേരള ഹൈക്കോടതിയുടെ വിധി വന്നു. ഡിവിഷൻ ബെഞ്ച് 2 പേരുടെ വിധി വന്നു. ആ വിധിയുടെ വെളിച്ചത്തിലാണ് ഞങ്ങൾക്ക് നികുതി അടക്കാനെങ്കിലും അവകാശം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരസമിതി ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചപ്പോൾ ഇന്നലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. അടിയന്തരമായി അവർക്ക് കരമൊടുക്കാനുള്ള അവകാശം കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ എന്തായിന്നറിയോ? എന്താ സംഭവിച്ചത്? കേന്ദ്രത്തിലെ വഖഫ് ഭേദഗതി ബില്ല് വന്നാൽ, ഇപ്പോഴും വന്നിട്ടില്ല, കാരണം അതിൻ്റെ റൂള് ആയി വരുന്നതേ ഉള്ളൂ.
ചട്ടം വരുന്നതേ ഉള്ളൂ. ചട്ടം വന്നാൽ പോലും വേണമെങ്കിൽ 2A വെച്ചൊക്കെ പോകാം. ഇപ്പോ മുനമ്പത്തുകാർ പറഞ്ഞു, കൊണ്ടുപോടാ നിന്റെ കേന്ദ്ര ബില്ല്, ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾക്ക് കേരളത്തിലെ നിലവിലുള്ള വഖഫ് നിയമം പ്രകാരം തന്നെ കേരള ഹൈക്കോടതി ഞങ്ങളോട് നീതി കാണിച്ചിരിക്കുന്നു. ആ ഹൈക്കോടതി ഉത്തരവ് കേരള ഗവൺമെന്റ് വൈകിയാണെങ്കിൽ നടപ്പാക്കിയിരിക്കുന്നു. ഉത്തരവിട്ടു. ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരള ഗവൺമെന്റ് പറഞ്ഞു അവരോട് നികുതി വാങ്ങാം. ആദ്യത്തെ ദിവസം മുതൽ തള്ളാണ് അവിടെ, നികുതി അടയ്ക്കാനുള്ള തള്ള. അപ്പൊ എന്തായി? നിലവിലുള്ള നിയമപ്രകാരം തന്നെ ഇത് പരിഹരിക്കാൻ ഇവിടെ സാധ്യമായിരുന്നു. പക്ഷെ യുക്തമായ കോടതി വിധി സമയത്തിനുണ്ടായില്ല. അപ്പൊ കിട്ടിയപ്പോ അത് നടപ്പായി. ഇനി കേന്ദ്രം വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയാൽ ഇല്ലെങ്കിലും ഇത് നടപ്പായി എന്ന് പറയാൻ പറ്റില്ല. കോടതിയുടെ വിധി തന്നെ കണ്ടീഷനിലാണ്. കോടതി പറയുന്നുണ്ട്, വിധി പറയുന്നത് ഇങ്ങനെയാണ്, അതായത് വ്യവസ്ഥകളോടെ സ്വീകരിക്കാവുന്നതാണ്. ദാറ്റ് ഈസ് കണ്ടീഷൻ, ഫൈനൽ അല്ല. അതായത് പറഞ്ഞിരിക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ കോട്ട്സാണ്, ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ തീർപ്പാക്കും വരെ ഇടക്കാല ഉത്തരവ് ബാധകമാകും. മുനമ്പത്തെ 615 കുടുംബങ്ങൾ 615 കുടുംബങ്ങൾ പണം നൽകി വാങ്ങിയ ഭൂമിയുടെ കരം റവന്യൂ വകുപ്പിന് സ്വീകരിക്കാം എന്നുള്ളതാണ്. സങ്കീർണമായ വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും തീർപ്പാകും വരെ കരമൊടുക്കാമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കും എന്ന് പറഞ്ഞാൽ കേസ് സുപ്രീം കോടതിയിലുള്ള കേസുകളും വരെ ഇതിന് പ്രാബല്യമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവർക്ക് വസ്തു വിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വസ്തുവിന്റെ പേരിൽ അത് പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് കടമെടുക്കാൻ പറ്റില്ല ബാങ്കിൽ നിന്ന്. അതിനെല്ലാം ആവശ്യമായിട്ട് വരുന്ന വസ്തുവിന്റെ ആധാരം മാത്രം പോരാ, മറിച്ച് അതിന്റെ കരമടച്ച രസീതും കൂടി അതിപ്പോ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയും. അവരെ അതുകൊണ്ട് തന്നെ ഇത് എൻഹാൻസ് ചെയ്യും. അവർക്ക് പണം കടമെടുക്കാൻ പറ്റും, ഭൂമി വിറ്റ് പൈസ ഉണ്ടാക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളൊരു. ഇപ്പോ ഭൂമി വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ അന്തിമമായ വിധി, സാറ് പറഞ്ഞത് ശരിയാണ്, അന്തിമമായ വിധി വരുന്നത് വരെയുള്ള താൽക്കാലിക ഉത്തരവാണ് ഇപ്പോ. പക്ഷെ അന്തിമമായ വിധിയിലേക്ക് നയിക്കുന്ന ഒരു വിധി ഈ 1 മാസം മുമ്പ് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, 50-ലെ വഖഫ് ആധാരം വഖഫ് അല്ല. ഇപ്പൊ ഇവർക്ക് നികുതി അടയ്ക്കാനുള്ള അനുമതി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസ ലോൺ മേടിക്കാം, വിവാഹത്തിന് മകൾ വിവാഹത്തിന് ലോൺ അപേക്ഷിക്കാം. അവരുടെ ആ പ്രതിസന്ധി അകന്നു. 2 1 മാസം മുമ്പുള്ള വിധി വെച്ചിട്ടാണ്, 1 മാസം മുമ്പുള്ള വിധിയിന്മേലാണ്, അത് വെച്ചിട്ടാണ് ഇനി സുപ്രീം കോടതി വിധി വരിക. സുപ്രീം കോടതി വിധിക്ക് ഒരു കാരണവശാലും വളരെ മനോഹരമായി ഫ്രെയിം ചെയ്ത ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പ്രതീക്ഷ വന്നു, കേരള ഹൈക്കോടതിയുടെ വിധി വെച്ച് തന്നെ ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷ വന്നു. അതുകൊണ്ടാണ് അവർ സമരം നിർത്താൻ. അല്ലെങ്കിൽ അവർക്ക് നല്ല ഉറപ്പില്ലെങ്കിലൊന്നും സമരം നിർത്തി പോകില്ല. അവർ കൃത്യമായി സമരം നിർത്തി. 414 ദിവസം പൂർത്തിയാകുന്ന ഈ ഞായറാഴ്ച രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ പ്രഖ്യാപനം, തീരുമാനം ഇന്നുണ്ടാവും, പക്ഷെ പ്രഖ്യാപനം ഞായറാഴ്ച. തീർച്ചയായിട്ടും ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രീയക്കാരൊക്കെ സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണത്. ഒരു നിയമം പഠിക്കാതെ ആ ഒരു പ്രതീക്ഷ കൊടുക്കരുത് ജനങ്ങൾക്ക്. അതിന് പകരം ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, BJP ഒരു പക്ഷേ കേരളത്തിൽ മുനമ്പം മൊത്തത്തിൽ BJPയോടൊപ്പം നിന്നൊരു കാലമുണ്ട്. ആ പ്രതീക്ഷയാണ് അവർ കളഞ്ഞത്. മാത്രമല്ല കേരളത്തിലെ ക്രിസ്തീയ സഭകളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി മുനമ്പം പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് വന്നിരുന്നു. ആ ആനുകൂല്യം മുഴുവൻ കളഞ്ഞു കുളിച്ചത് ഈ ഒരു അവസ്ഥ കൊണ്ടാണ്. BJPക്ക് വേണ്ടി BJP മുനമ്പത്തുകാർക്ക് വേണ്ടി വർത്തമാനം പറയുന്നതിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും പാർലമെന്റിലെ നിയമനിർമ്മാണത്തിൽ കാണിക്കണമായിരുന്നു. അത് കേരളത്തിൽ നിന്ന് ആരും പോയി കാണിച്ചില്ല. അതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇക്കാര്യത്തിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കായിരുന്നു. പ്രതിപക്ഷത്തിന് ഇതിന് അനുകൂലമായിട്ട് ഇങ്ങനെ വകുപ്പുണ്ടെന്ന് പറയും. അവരാരും ആ ഉത്തരവാദിത്തം ഈ 615 കുടുംബങ്ങളോട് നിർവഹിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ കാലയളവിൽ നീണ്ടുന്ന ഒരു സമരമായിരുന്നു. ഞായറാഴ്ച അവര് ക്രിസ്മസ് ആഘോഷിക്കട്ടെ, ഈ ഞായറാഴ്ച ക്രിസ്മസ് ഈ പ്രാവശ്യം ഗംഭീരമായിരിക്കും, സന്തോഷമായിട്ട് ആഘോഷം. സാധാരണ അവരുടെ ആഘോഷം കഴിഞ്ഞ ക്രിസ്മസ് ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് അവർ പട്ടിന്റെ നിരാഹാരം ഇരുന്നു അവർ ക്രിസ്മസിന്. ഇക്കുറി അവർ ക്രിസ്മസ് ആഘോഷിക്കട്ടെ. ഒന്നും ചെറിയ കാര്യമല്ല സർ. 614 കുടുംബങ്ങളിൽ 10,000 മനുഷ്യരുണ്ട്. അവർ വില കൊടുത്ത ഭൂമിയിൽ നിന്നാണ്, അവരുടെ കിടപ്പാടത്തിൽ നിന്നാണ് അവരെ ഇറക്കിവിടാൻ തീരുമാനിച്ചത്. അത് നിങ്ങളുടേതല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു വഖഫ് ബോർഡ്. രാജ്യത്തെ പൗരന്മാരെ വേട്ടയാടാൻ വരുന്ന ഒരു ബോർഡ്, ഏത് ബോർഡായാലും അത് മനുഷ്യൻ്റേതല്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നു നമുക്ക് എന്നുള്ളതാണ് ഈ ഹൈക്കോടതിയുടെ വിധി. ഹൈക്കോടതിയുടെ വിധിക്ക് അനുകൂലമായ ഒരു സുപ്രീം കോടതി വിധിയും വരും. തൽക്കാലം കേന്ദ്രത്തിന്റെ വഖഫ് ബില്ലിന്റെ റൂളൊന്നും കാത്തിരിക്കേണ്ട, ഇതാ തന്നെ മുനമ്പത്തുകാർക്ക് നീതി കിട്ടുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ടു മുനമ്പം നിവാസികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.